ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഈഷിതയ്ക്ക് ഭയങ്കരമായിട്ടും പെയിൻ വരികയാണ്. ആ സമയത്ത് ആദിയും അതേപോലെ തന്നെ ചിപ്പിയും ആണെങ്കിൽ പേടിച്ച് വിറച്ചൊരവസ്ഥയിലായി പോകും. ഞാൻ പെട്ടെന്ന് തന്നെ ഡാഡിയെ വിളിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഡാഡിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ആദിക്കും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ആദ്യം പറയുകയാണ്, ശരി ഞാൻ ഏതായാലും ഡാഡിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വിളിക്കുകയാണ്. അവിടെ ആംബുലൻസ് നമ്മളോട് ആദ്യം വരാൻ പറയണം, എത്രയും പെട്ടെന്ന് ആംബുലൻസ് എത്തിക്കണം, ഫ്ലാറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ ആദി. അതിനുശേഷം ആദി നമ്മുടെ ഈഷിതയോട് പറയണം, അമ്മ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, അമ്മ പതിയെ എണീക്കുക, നമുക്ക് താഴത്തേക്ക് പോകാം, അവിടെ ആംബുലൻസ് വരും അമ്മേ. അപ്പോൾ ഇഷിതയ്ക്ക് ഒട്ടും എണീക്കാനായിട്ട് പറ്റില്ല. മോനെ എനിക്ക് വേദനിക്കുന്നു, മോനെ എനിക്ക് ഒട്ടും എണീക്കാനായിട്ട് പറ്റില്ല എന്നൊക്കെ ഇഷിത കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിപ്പിയും പറയണം, അമ്മ എണീക്കമ്മേ, ഇവിടെ അപ്പയാണെങ്കിൽ പോലില്ല, മഞ്ജിമ അപ്പ പോലും ഇല്ല, അപ്പം എങ്ങോട്ടോ പോയിരിക്കുകയാണ്, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, അമ്മ ഇതിന് വേദന സഹിച്ച് ഇവിടെ നിൽക്കാനായിട്ട് പറ്റില്ല, എത്രയും പെട്ടെന്ന് അമ്മനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം അമ്മേ, പെട്ടെന്ന് തന്നെ നമുക്ക് പോകാം. അങ്ങനെ ഇഷിതയെ പതിയെ ഇങ്ങനെ എണീപ്പിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആദിയുടെ ആ ഓടി കഠിന പ്രയത്നം കൊണ്ട് ആംബുലൻസിലും കയറ്റി നേരെ ഹോസ്പിറ്റലിലേക്ക് വിടുകയാണ് ആദ്യം ചെയ്തത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഹേഷിനെയാണ്. അപ്പോൾ മഹേഷ് ആണെങ്കിൽ അമ്പലത്തിൻ്റെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുക. ആ സമയത്താണ് ഡോക്ടർ ദേവിക വിളിക്കുന്നത് കാണുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ദേവിക ഡോക്ടർ എന്തിനാണ് വിളിക്കുന്നതെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് മഹേഷ് ആ ഫോൺ എടുക്കുകയാണ്. ഡോക്ടർ എന്താ ഡോക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, മഹേഷ് താൻ എവിടെയാണോ, താൻ എവിടെയാണോ, ഒരു ഉത്തരവാദിത്തമില്ലാതെ നടക്കുന്നത്, എന്താ ഡോക്ടർ, എന്താ സംഭവിച്ചത്? അതെ, ഇഷിത ഇപ്പോൾ ഹോസ്പിറ്റലാണ്, ഇഷിതയ്ക്ക് പെയിൻ വന്നു എന്ന് പറയുകയാണ്. ഇത് കേട്ട മഹേഷ് ആകെ പേടിച്ചു പോവുകയാണ്. തൻ്റെ മക്കളുള്ളത് കൊണ്ട് ഇഷിതയെ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് സാധിച്ചു. എന്താ ഡോക്ടർ, അവൾക്ക് പ്രസവവേദന, പിന്നെ അല്ലാതെ പ്രസവവേദന അല്ലാതെ ഡോക്ടർ അതിന് 4 ദിവസം കൂടി ഡേറ്റ് ഉണ്ടല്ലോ, പിന്നെ എന്താ സംഭവിച്ചത്? എടോ ഡേറ്റ് താൻ അതൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാനായിട്ട് നോക്കുക. ആ പിള്ളേരുള്ളത് കൊണ്ട് രക്ഷപ്പെട്ട് ലേബർ നോബിൻ്റെ പുറത്ത് ആ ഒന്നും അറിയാത്ത പിള്ളേരവിടെ കാത്തു നിൽക്കുന്നു. നിങ്ങൾ പെട്ടെന്ന് വന്നിട്ട് അമ്പലത്തിൽ പോയി കിടക്കുവാണ് നിങ്ങൾ. ഇവിടെ പ്രസവമെടുത്ത പെണ്ണിനെയും ഇട്ടിട്ടാണ് ദൈവത്തെ വിളിക്കാൻ പോയത്, അതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഡോക്ടർ വഴക്ക് പറഞ്ഞിട്ട് അവിടെ ഫോൺ വയ്ക്കുക. അങ്ങനെ നമ്മുടെ മഹേഷ് ആണെങ്കിൽ നേരെ ഇതിനെ വിളിക്കുകയാണ്, അമ്മയെയും അച്ഛനെയും വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അതെ നിങ്ങൾ എത്രയും പെട്ടെന്ന് വരാൻ നോക്ക്, അവിടെ ഈഷിതയ്ക്ക് പെയിൻ വന്നിട്ട് പിള്ളേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക്കുന്നതാണ് പറയുന്നത്, എനിക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തണം, അതുകൊണ്ട് നിങ്ങൾ ടാക്സി വിളിച്ചിട്ട് വരാൻ നോക്ക്, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് അവിടെ വണ്ടി എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ മഞ്ജിമയെയും മഞ്ജിമയുടെ കാമുകനായ അജിത്തിനെയും കാണിക്കുകയാണ്. അപ്പോൾ അജിത്ത് വരികയാണ്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും മഞ്ജിമ ചോദിക്കണം, എന്തിനാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോഴേക്കും, പറയാടോ തനിക്ക് ധൃതി പിടിക്കല്ലേ, അപ്പോൾ വീട്ടിൽ വന്നിട്ട് എന്താ കുടിക്കാൻ വേണ്ടത്, മഞ്ജിമയ്ക്ക് എന്നാ വേണ്ടത്, ശരി ഏതായാലും 2 വാനില ഷേക്ക് എടുത്തോ എന്നും പറഞ്ഞുകൊണ്ട് അയാളെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ നമ്മുടെ മഞ്ജിമ ചോദിക്കണേ, എന്താ അജിത്ത് എന്തിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്, അതേതായാലും പറയാം, താൻ ഏതായാലും എന്നോട് പറഞ്ഞില്ലേ നമ്മൾ രണ്ടുപേർക്കും ഒന്നിച്ച് ജീവിക്കാൻ പറ്റുമോ അങ്ങനെ എന്നൊക്കെ ചോദിച്ചല്ലോ, താൻ ഏതായാലും ഒരു കല്യാണം കഴിഞ്ഞാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. എടോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണിനെയും സ്നേഹിച്ചിട്ടില്ല, തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് സ്നേഹിക്കുന്നത്. പിന്നെ തന്നെ കണ്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ നിന്ന് തൻ്റെ രൂപം അങ്ങോട്ട് മാറുന്നില്ല മഞ്ജിമേ, താൻ എൻ്റെ മനസ്സിലേക്ക് വല്ലാതെ പതിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ ഒരു കാര്യം മാത്രം ചോദിക്കാനാണ് വേണ്ടി വന്നത്, തനിക്ക് എൻ്റെ ഒപ്പം ജീവിക്കാൻ താല്പര്യമുണ്ടോ ഇല്ലയോ? തനിക്കിപ്പോൾ ബ്രേക്കപ്പ് ആകണമെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി തന്നെ പറയാം, എനിക്ക് ഈ ബന്ധം തുടരാനായിട്ട് താല്പര്യമില്ല എന്ന്. അങ്ങനെയും പറഞ്ഞിട്ട് താൻ പോയിക്കോ, പക്ഷേ എനിക്കത് വല്ലാത്ത വേദനയായിരിക്കും. ഞാനൊരു കാര്യം തീരുമാനിച്ചു, തന്നെ സ്വന്തമാക്കുക, തന്നെ വിട്ടു പോകാനായിട്ട് എനിക്ക് കഴിയില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്ന് അജിത്ത് ഭയങ്കര വക്രബുദ്ധിയോടുകൂടി തന്നെ മഞ്ജിമയോട് സംസാരിക്കുകയാണ്. പക്ഷേ ഇയാളുടെ ഈ ഒരു സംസാരത്തിൽ മഞ്ജിമ അങ്ങോട്ട് വീണു പോവുകയാണ്. അങ്ങനെ അയാൾ വാനൽഷേക്കും കൊണ്ട് വരികയാണ്. അവർ രണ്ടൊരു വാനൽഷേക്ക് കുടിക്കുകയും ചെയ്യണം. മഞ്ജിമ പറ, തൻ്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ താനത് പറ, ബ്രേക്കപ്പ് ആവണമെങ്കിൽ ആവാം, പക്ഷേ എനിക്കത് സഹിക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു, തനിക്കതൊന്നും കുഴപ്പമുണ്ടായിരിക്കില്ല, താനൊരു കല്യാണമൊക്കെ കഴിച്ചാണല്ലോ, പക്ഷെ എൻ്റെ കാര്യം അങ്ങനെയല്ല, ഞാൻ നിരാശയിലേക്ക് വീണു പോകും എന്ന് അജിത്ത് പറയുകയാണ് അവിടെ. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ മഞ്ജിമയ്ക്കൊരു കോള് വരുന്നത്. അത് അമ്മയുടെ കോളായിരുന്നു. അങ്ങനെ അമ്മയുടെ കോള് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, അയ്യോ അമ്മയാണോ വിളിക്കുന്നത്, രണ്ടുപേരും കൂടി അമ്പലത്തിൽ പോയിരിക്കാം, ഇനി എന്തിനാണ് അമ്പലത്തിൽ നിന്ന് എന്നെ വിളിക്കുന്നത്, ഞാൻ ഫോൺ എടുക്കുന്നില്ല. മഞ്ജിമ താൻ ഫോൺ എടുക്കുക, അമ്മയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് അറിയാലോ.
അങ്ങനെ മഞ്ജിമ ഫോൺ എടുക്കുക. ഫോൺ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സ്വപ്നവല്ലിയാണെങ്കിൽ ഭയങ്കരമായിട്ടും ദേഷ്യപ്പെടുകയാണ്. നീ എവിടെ പോയി കിടക്കാണ്? നീ ഇപ്പോൾ വീട്ടിലാണോ ഹോസ്പിറ്റലാണോ? അമ്മ എന്തിനാ ദേഷ്യപ്പെടുന്നത്? കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. നീ ഹോസ്പിറ്റലാണോ വീട്ടിലാണോടി എന്ന് ചോദിക്കുകയാണ്. ഞാൻ എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നത്? അതിൻ്റെ കാര്യം എനിക്കില്ലല്ലോ. ഓ മനസ്സിലായടി, എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഞങ്ങൾ പോയ തക്ക നോക്കി നീ നിന്റെ സർക്യൂട്ടിന് ഇറങ്ങിയല്ലേ. അമ്മേ അനാവശ്യം പറയാൻ നിൽക്കാതെ ഞാനൊരു ഇൻ്റർവ്യൂവിന് വന്നിരിക്കുകയാണ്. എനിക്ക് എൻ്റേതായ ജോലി നോക്കണ്ടേ? എനിക്കും ജീവിക്കണ്ടേ? എനിക്കെപ്പോഴും വീട്ടിൽ തന്നെ കുത്തിയിരുന്നാൽ മതിയോ? എൻ്റെ ഭാവി കാര്യത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കണ്ടേ എന്നും പറയുകയാണ് അവിടെ. നീ ചിന്തിച്ചുകൊണ്ടിരുന്നോടി, നിന്നോട് ഇനി ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വെക്കുക. അപ്പോൾ മഞ്ജിമ പറയാണ്, കണ്ടില്ലേ എൻ്റെ അമ്മയുടെ സംസാരം കണ്ടില്ല, ഒരു മകളാണെന്നുള്ള പരിഗണന പോലും ഇല്ല, ഞാൻ അവിടെ ഒരു അധികപ്പറ്റായിട്ടാണ് അവിടെ കഴിയുന്നത് എന്ന് അജിത്തിനോട് പറയാണ്. എനിക്ക് മനസ്സിലായി തൻ്റെ അമ്മയുടെ രീതികളൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ എന്താണ് ഈ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം എന്നൊക്കെ പറഞ്ഞല്ലോ. അത് ഞാൻ പറഞ്ഞല്ലോ, വീട്ടിലൊരു ഗർഭിണിയുള്ള കാര്യം. ഓ തൻ്റെ അനിയൻ്റെ ഭാര്യ അല്ലേ? അതെ, എൻ്റെ അനിയൻ്റെ ഭാര്യ തന്നെ. അവൾ വല്ല ഹോസ്പിറ്റലിലും പോയിട്ടുണ്ട്. പക്ഷേ അവൾക്ക് ഡേറ്റ് ഒന്നും ആയില്ല, ഇനിയുണ്ട് 4 ദിവസം ഡേറ്റ്. എന്താണാവോ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഇവൾക്ക് പെയിനൊക്കെ വരാറുണ്ട് എന്നിങ്ങനെ മഞ്ജിമ പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ അജിത്താണെങ്കിൽ ശരി എങ്കിൽ പിന്നെ കാര്യത്തിലേക്ക് വാ. എടോ ഞാൻ പറഞ്ഞല്ലോ താനില്ലാതെ എനിക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല, ഒരു ലിവിങ് ടുഗെദറാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അയ്യോ ലിവിങ് ടുഗെദറാ, അതൊക്കെ വല്ലാത്ത പ്രശ്നമാവില്ലേ? എടോ ലിവിങ് ടുഗെദറാണ് ഇപ്പോൾ എല്ലാവരും. കല്യാണം കഴിച്ചുള്ള ജീവിതം. അത് പിന്നെ താനൊരു കല്യാണം കഴിച്ചാൽ ഡിവോഴ്സ് ആകാതെ നമുക്ക് വേറൊരു കല്യാണം കഴിക്കാനായിട്ട് പറ്റില്ലല്ലോ. താൻ ചിന്തിച്ച് നോക്കിക്കണ്ടേ? അതല്ല അജിത്തെ ഞാൻ പറഞ്ഞു വന്നത്, ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി ചെറിയൊരു താലി കെട്ട്, അത്രയും മാത്രം നടത്താമെന്നാണ് പറഞ്ഞത്. അങ്ങനെ താലി കെട്ടിയാലും തൻ്റെ വീട്ടിലറിഞ്ഞാൽ അത് പ്രശ്നമാവും. പിന്നെ ഡിവോഴ്സ് ആകാതെ താനൊരു കല്യാണം കഴിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കേസും മറ്റൊക്കെ ആവും. താൻ ഈ ലിവിങ് ടുഗെദറിനെ കുറിച്ചൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മഞ്ജിമേ. എനിക്കൊരു കൂട്ടുകാരൻ്റെ ഭാര്യയും അവർ പകലൊന്നും അവിടെ ഉണ്ടാവാറില്ല, ഡ്യൂട്ടിക്ക് പോകും, രാത്രി മാത്രമേ വരുള്ളൂ. അപ്പോൾ പകൽ സമയത്ത് നമുക്ക് ആ ലിവിങ് ടുഗെദറായിട്ട് ആ വീട്ടിൽ കഴിയാം, അത്രയും മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് കാണണം തോന്നുമ്പോഴൊക്കെ നമുക്ക് കാണുകയും ചെയ്യാം, നമുക്ക് താമസിക്കുകയും ചെയ്യാം, നമുക്കിതൊരു രഹസ്യബന്ധമായിട്ട് തുടരാം എന്നൊക്കെ മഞ്ജിമയോട് പറയുകയാണ്. എൻ്റെ കൂട്ടുകാരനും ഭാര്യയും അവർ പ്രണയവിവാഹമായിരുന്നു, അവരുടെ ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുക തന്നെ ചെയ്യുന്നു. എൻ്റെ ഈ കാര്യം പറഞ്ഞായിരുന്നു, അപ്പോൾ അവർ എനിക്ക് വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്തെന്നൊക്കെ ഈ അജിത്ത് കള്ളത്തരോടെ പറയുകയാണ്. അത് കേട്ടപ്പോഴേക്കും മഞ്ജിമ ഇങ്ങനെ ആലോചിച്ച് നോക്കി നിൽക്കുകയാണ്. പക്ഷേ ലിവിങ് ടുഗെദർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ താല്പര്യമില്ലേ? താല്പര്യമില്ലെങ്കിൽ പറഞ്ഞോട്ടോ, പക്ഷെ എനിക്കത് വല്ലാത്തൊരു സങ്കടം. ഇത് കേട്ട മഞ്ജിമയാണെങ്കിൽ അജിത്തെ നീ ഇത്രയും സ്നേഹത്തോടെ എന്നോടൊക്കെ പറയല്ലേ, അതുകൊണ്ട് എനിക്കിതിൽ നോ എന്ന് പറയാൻ പറ്റില്ല, നീ എന്താണ് തീരുമാനിക്കുന്നത് അതേപോലെ തന്നെ ഞാൻ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞപ്പോഴേക്കും അജിത്തിൻ്റെ മനസ്സങ്ങോട്ട് നിറയുക, ഭയങ്കരേറെ സന്തോഷം തോന്നുകയാണ് അവിടെ അജിത്തിന്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രചനയാണ്. അപ്പോൾ രചനയ്ക്ക് പെട്ടെന്നൊരു കോള് വരിക. അപ്പോൾ പെട്ടെന്ന് കോള് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇത് മഞ്ജിമയുടെ കോളാണല്ലോ. മഞ്ജിമേ, എന്താ മഞ്ജിമയെ വിളിച്ചത്? വല്ല വിശേഷമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഓ വിശേഷമോ? എന്ത് വിശേഷം? അല്ല നീ എന്നെ ഇപ്പം ഇങ്ങോട്ട് വിളിക്കാറില്ലല്ലോ. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ വിളിച്ചാൽ പോരെ, അല്ലാതെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ആകാശം രചന അടുത്തേക്ക് ചെല്ലിക്കണം. ആരാ എന്താ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും നമുക്ക് ഒരു മിനിറ്റ്. അതേ ഒരു കാര്യം അറിഞ്ഞോ? ഇഷിതയെ ഡെലിവറി പെയിനായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. നിൻ്റെ മക്കളാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. മഹേഷിൻ്റെ അച്ഛനും അമ്മയൊക്കെ അമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നു. അതിന് അവൾ പ്രസവിച്ചു. എവിടെന്ന്? പക്ഷേ നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട്. അവൾ പ്രസവത്തിലൂടെ മരിച്ചു പോകും, കുഞ്ഞു മരിച്ചു എന്നൊക്കെയാണ് കേട്ടത്. രണ്ടുപേരും രക്ഷപ്പെടില്ല, കാരണം കുഞ്ഞിൻ്റെ പൊസിഷൻ വേറെ ആയിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇഷിതയ്ക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് എന്നിങ്ങനെ പറയുക. ഇത് കേട്ട് രചനയുടെ മനസ്സ് ഭയങ്കരമായിട്ട് ആഹ്ലാദിച്ച് ചിരിച്ച് ഉല്ലസിക്കുക. അപ്പോൾ സ്പീക്കർ ഫോൺ ഇടുകയാണ് രചന അവിടെ, കാരണം ഈ ആകാശം കേൾക്കാൻ വേണ്ടി തന്നെ. അല്ല സത്യമാണോ ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്. എന്നോട് അമ്മ വിളിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അമ്മയും മഹേഷും ഇപ്പോഴും ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ല, അവൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി കിടക്കുന്നത്. നിനക്ക് ഏതായാലും സന്തോഷിക്കാം, രണ്ടുപേരും രക്ഷപ്പെടില്ല, അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നും പറഞ്ഞുകൊണ്ടാണ് കിടക്കുന്നത്. ഇത് കേട്ട രചനയ്ക്ക് സന്തോഷം കൊണ്ടൊരു അവസ്ഥയില്ല. അപ്പോൾ വീണ്ടും മഞ്ജിമ പറയാം, ഏതായാലും നീ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോ. ഞാൻ ഏതായാലും ഹോസ്പിറ്റലിൽ പോയാൽ ശരിയാവില്ല. മഞ്ജിമേ, നീയേ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാദ്യം, എന്നിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം എന്നോട് തുറന്നു പറയണം. അവിടെ എന്തെല്ലാം വിവരങ്ങൾ നടക്കുന്നുണ്ടോ അതെല്ലാം എന്നോട് തുറന്നു പറയണം. അപ്പോൾ മഞ്ജിമ അങ്ങനെ ചിന്തിക്കണം, അയ്യോടി ഞാനിപ്പോൾ നിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം, നിൻ്റെ വേലക്കാരിയോ എന്താ? മഞ്ജിമയെ പെട്ടെന്നോട് ഫോൺ കട്ടാക്കുകയാണ്. അപ്പോൾ
രചന പറയണം മഞ്ജിമയുടെ ഫോൺ കട്ടാക്കി. എന്താ മഞ്ജിമ പറഞ്ഞത്? അതെ, ഇപ്പം കേട്ടതല്ലേ കാര്യങ്ങളൊക്കെ. ഏതായാലും ഈഷിതയും കുഞ്ഞും രക്ഷപ്പെടില്ല, അവർ രണ്ടുപേരും തീരുമെന്ന് പറയാണ് മഞ്ജിമ പറഞ്ഞതോ. മഞ്ജിമ പറഞ്ഞു, നീ അല്ലാതെ വിശ്വസിക്കോ? ഞാനൊന്നും വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല. ഇല്ല ആകാശേ, ഉറപ്പായിട്ടും അവൾ പറയുന്നത് വിശ്വസിക്കാം. കാരണം അവർക്ക് രണ്ടുപേർക്കും അല്ലെങ്കിൽ തന്നെ ഈ ഇഷിതയ്ക്ക് ഇടക്കിടക്ക് വയറുവേദനയൊക്കെ വരുന്നതല്ലേ. അപ്പോൾ അവളുടെ പ്രസവം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, അവർ രണ്ടുപേരും രക്ഷപ്പെടില്ല എന്ന് പറയുക. ഇത് കേട്ട ആകാശാണെങ്കിലേ, പക്ഷേ എൻ്റെ മനസ്സിൽ ധാരണ അവർ രണ്ടുപേരും രക്ഷപ്പെടണം. മഹേഷിന് മൂന്നാമതൊരു കുഞ്ഞ് ജനിക്കണം, എന്നാലേ അതിൽ കാര്യമുള്ളെന്ന് പറയണം. അതെന്താ? അപ്പോൾ മഹേഷിനൊരു കുഞ്ഞ് ജനിക്കണമെന്നാണോ ആകാശിൻ്റെ ആഗ്രഹം? അങ്ങനൊരു ആഗ്രഹം വേണമല്ലോ, എന്നാലല്ലേ ചില കാര്യങ്ങളെല്ലാം പഠിക്കുള്ളൂ. ആ കുഞ്ഞിനെ വെച്ച് വേണം എനിക്ക് മധുര പ്രതികാരം വീട്ടാനായിട്ട് അവനോട്. അല്ലെങ്കിൽ ശരിയാവില്ല. ഈ മഹേഷിൻ്റെ മുന്നിൽ ഞാൻ ഒരിക്കലും തോറ്റു കൊടുക്കില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ആകാശ് അവിടെ നിന്ന് പോവാണ്. അപ്പം രചനയ്ക്ക് ചിരി സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇവൻ്റെ ആഗ്രഹങ്ങൾ വല്ലതും നടക്കോ? പല പ്രാവശ്യം മഹേഷിനെ തകർക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്, എന്നിട്ട് അത് വല്ലതും നടന്നോ? എന്നിട്ട് അവൻ വന്നിരിക്കുന്നു, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പ്രതികാരം വീട്ടായെന്ന്. പിന്നെ നടന്നത് തന്നെ. പക്ഷേ മഞ്ജിമ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും, രണ്ടുപേരും രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആഹ്ലാദത്തോടു കൂടി നിൽക്കുകയാണ് രചന. പിന്നീട് മഹേഷ് പാഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് എത്തി ഡോക്ടറോട് ചോദിക്കാൻ, ഡോക്ടർ ഈഷിതയ്ക്ക് എങ്ങനെയുണ്ട്? ഡോക്ടർ ഈഷിതയ്ക്ക് എന്താ പ്രശ്നം ഡോക്ടർ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, എന്ത് പ്രശ്നം? എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞപ്പോഴല്ലേ എടുത്താൻ വന്നത്? ഒരു പ്രശ്നവുമില്ല, ഈഷിത പ്രസവിച്ചു, അതും സുഖപ്രസവമായിരുന്നു. തനിക്ക് ജനിച്ചിരിക്കുന്നതേ ഒരു പെൺകുഞ്ഞാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മഹേഷിന് സന്തോഷം കൊണ്ട് അങ്ങോട്ട് മനസ്സ് നിറയുകയാണ്. ഡോക്ടറെ സത്യമാണ് പറഞ്ഞ. പക്ഷെ തൻ്റെ മക്കളെ സമ്മതിക്കണം കേട്ടോ, പ്രത്യേകിച്ച് തൻ്റെ ആൺമകനെ സമ്മതിക്കണം. കാരണം സ്വന്തം അമ്മ എന്ന രീതിയിലല്ലേ ആ ചെറുക്കൻ ഇഷിതയും കൊണ്ട് ഇവിടെ വന്നത്. നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയായിരുന്നു ഇഷിതയെ. കുട്ടിയുടെ ആ ഒരു ധൈര്യമില്ലേ, അത് സമ്മതിച്ച് കൊടുത്തേ മതിയാവുള്ളൂ എന്ന് മഹേഷിനോട് പറയാണ്. ഡോക്ടറെ, എനിക്ക് ഇഷിതയെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ആദ്യയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മുഴുവനും ഡോക്ടർ പറയുകയാണ്. മഹേഷിന് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. ഡോക്ടർ അന്ന് ഞാൻ ഇഷിതയെ പോയി കാണാമെന്നും പറഞ്ഞുകൊണ്ട് ഇഷിതയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. അപ്പോൾ ഇഷിതയുടെ അടുത്തേക്ക് പോയി ഇങ്ങനെ ഇരിക്കുക, ഇഷിതയെ വിളിക്കുകയാണ്. ഇഷിതയെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും മഹേഷിന് ഭയങ്കര ഒരു സന്തോഷം. ഇഷിതയും അതേപോലെ തന്നെ. അപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നമുക്കൊരു കുഞ്ഞ് ജനിച്ചു എന്നൊക്കെ നമ്മുടെ ഇഷിത പറയുകയാണ്. അപ്പോൾ ഇഷിതയെ സന്തോഷം കൊണ്ട് അങ്ങോട്ട് പൊതിയുകയാണ് നമ്മുടെ മഹേഷ്. അങ്ങനെ ഡോക്ടർ കുഞ്ഞിനെയും കൊണ്ട് വരുന്നു, കുഞ്ഞിനെ കാണിക്കാനാണ് നമ്മുടെ മഹേഷിനെ. പെൺകുഞ്ഞാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കയ്യിലേക്ക് കൊടുക്കുക. ഞാൻ വാക്ക് തന്ന പോലെ തന്നെ ഇപ്പം ഇത് ചെയ്തിരിക്കുകയാണ്. കാരണം ഇഷിതയോട് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു. അപ്പോൾ തന്നെ ഞാൻ മഹേഷിന് വാക്ക് തന്നായിരുന്നു, ഇഷിതയുടെ കുഞ്ഞിനെ മഹേഷിൻ്റെ കൈകളിലേക്ക് ഞാൻ തരുമെന്ന്. അതേപോലെ തന്നെ തന്നു. ഇനി നിങ്ങളായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡോക്ടർ പോവാണ്. അങ്ങനെ അപ്പോൾ ഇഷിത പറയണത് മഹേഷ് ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു പെൺകുഞ്ഞ് ജനിച്ചില്ലേ എന്ന രീതിയിൽ തന്നെ സംസാരിച്ചപ്പോഴേക്കും ഒരുപാട് സന്തോഷം. എനിക്ക് പിന്നെ ഇപ്പോൾ 3 മക്കളല്ലേ ഇഷിത. അതെ, പക്ഷേ ആദ്യയും ചിപ്പിയും അവരെ ഒട്ടും എനിക്കിത് പറ്റാത്തൊരു കാര്യമാണ്. കാരണം അവർ എന്നെ എത്ര സ്നേഹത്തോടെയെന്നറിയാം ഇവിടെ എത്തിച്ചത്. അവരുടെ ആ ഒരു കാര്യം എനിക്ക് ഒരിക്കലും മറക്കാനായിട്ട് പറ്റില്ല. എനിക്ക് ദൈവം തന്ന അനുഗ്രഹമുള്ള മക്കളാണ് അവർ രണ്ടുപേരും എന്ന് പറഞ്ഞുകൊണ്ട് ഇഷിത അങ്ങനെ പറയുകയാണ്. പക്ഷേ രചന ഈ കാര്യങ്ങളെല്ലാം അറിയുകയാണ്. ഇഷിത പ്രസവിച്ചെന്ന് സുഖപ്രസവമായിരുന്നു എല്ലാം അറിഞ്ഞപ്പോഴേക്കും ഈ രചന ആകെ തലക്ക് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആകാശ് വരെയാണ് ഒരു ചിരിയോടുകൂടി തന്നെ. എന്തായി രചന എന്ന് ചോദിച്ചപ്പോഴേക്കും അവൾ ആ മഞ്ജിമേനെ പറ്റിക്കുകയായിരുന്നു. അവൾ പറഞ്ഞതെല്ലാം കള്ളത്തരമാണ്, നീ അല്ലാതെ മഞ്ജിമയെ വിശ്വസിക്കോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മഞ്ജിമ മഹാകള്ളിയാണെന്ന്. അതേപോലെ തന്നെ സംഭവിച്ചില്ലേ? മഞ്ജിമ പറഞ്ഞത് മുഴുവനും പച്ച കള്ളമാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞതുപോലെ തന്നെ മഹേഷിന് ഇപ്പോൾ കുഞ്ഞ് ജനിച്ചിരിക്കുന്നു. ഇനിയാണ് രചന കളിയുടെ പൂരം നടക്കാനായിട്ട് പോകുന്നത്. കാരണം ഇനി അവളുടെ യഥാർത്ഥ മുഖം ആ 2 മക്കളും അറിയും. ഇവരുടെയൊക്കെ വിചാരം ഇഷിതാമ്മ വീണ്ടും സ്നേഹിക്കും എന്നൊക്കെയാണ്. പക്ഷേ അതൊന്നും ഇവിടെ നടക്കാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ ഇവരോട് പറയുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.